ഒരു യഥാർത്ഥ ഹീറോയിന് സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? യെസ്, പക്ഷേ ആ ഹീറോ ഇറ്റാച്ചി ഉച്ചിഹ ആണെങ്കിൽ മാത്രം. സോ അക്കാത്സുകി ഫയൽസിന്റെ 6th പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇരുട്ടിൽ മറഞ്ഞു നിന്ന് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്ത ആ ഒരു സെൽഫ് സാക്രിഫൈസിംഗ് ലെജൻഡിനെ പറ്റിയാണ്. ആൻഡ് ആ വ്യക്തിയായിരുന്നു ഇറ്റാച്ചി ഉച്ചിഹ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് സീരീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇറ്റാച്ചി ചെറുപ്പകാലം തൊട്ടേ ഒരു അൺമാച്ചബിൾ ജീനിയസ് ആയിരുന്നു. കാരണം ഇവൻ 7ാം വയസ്സിൽ തന്നെ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റുമായി. പിന്നെ ഇവൻ 11ാം വയസ്സിൽ ആംബു ബ്ലാക്ക് ഓപ്സിലും ജോയിൻ ചെയ്തു. പക്ഷെ ഉച്ചിഹ ക്ലാൻ ലീഫ് വില്ലേജിനെതിരെ ഒരു ഇന്റേണൽ റെബല്യൻ പ്ലാൻ ചെയ്തപ്പോൾ വില്ലേജ് എൽഡേഴ്സും ഡാൻസോയും ഇറ്റാച്ചിക്ക് ഒരു ഭീകരമായ സീക്രട്ട് ഓർഡർ നൽകി. ആൻഡ് അതായിരുന്നു സ്വന്തം ക്ലാനിനെ ഇല്ലാതാക്കുക. ആ ഒരു കൊടും ക്രൂരത അവൻ ഏറ്റെടുത്തു. പക്ഷെ സ്വന്തം അനിയനായ സാസ്കെ ആരും തുടരുത് എന്നുള്ള ഒറ്റ വാക്കിൽ മാത്രം. ഇതിനുശേഷം ആസ് എ ഡബിൾ ഏജന്റ് അവൻ അക്കാത്സുകിയെ ജോയിൻ ചെയ്തു. ഇത് കാരണം അവന് അക്കാത്സുകിയിൽ ഒരു നോട്ടവും കാണും ആൻഡ് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇറ്റാച്ചി ഇവിടെ ഒരു റിക്കവറിയും കിട്ടാത്ത ഒരു രോഗത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുമൂലം അവന്റെ കാഴ്ചയും പെല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സാസ്കയുടെ കൂടെ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മരിക്കാതെ കാത്തുനിന്നു. അവർ അവസാന യുദ്ധത്തിൽ സാസ്കെ ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കിൽ നിന്ന് മുക്തനുമാക്കിയ ശേഷം അവന്റെ നെറ്റിയിൽ ഒരു ഫിംഗർ ഫ്ലിക്ക് അടിച്ചുകൊണ്ട് ഒരു അവസാന പുഞ്ചിരിയോട് കൂടിയാണ് ഇറ്റാച്ചി മരിച്ചു വീഴുന്നത്. ഇറ്റാച്ചി സ്വന്തം ജീവിതവും മാനവും അവന്റെ വില്ലേജും അനിയനും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത വ്യക്തിയായിരുന്നു. സ്വന്തമായിട്ട് ഇരുട്ടിൽ നിന്ന് എല്ലാവർക്കും വെളിച്ചം പകർന്ന ഒരു ട്രൂ ഷിനോബി ആയിരുന്നു ഇവൻ. ഈ ഒരു ഗ്രേറ്റ് ഷിനോബിയെ പറ്റി ഇത്രമാത്രം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ.